ഒന്നുമില്ലമ്മ. ഹേയ്, ഒളിച്ചോട്ടാണോ? താനാരാ? ഞാനാരെങ്കിലും ആവട്ടെ. ഈ രാത്രി ആർക്കോ വേണ്ടി കാത്തുനിൽക്കാൻ തോന്നി. അതൊരു ഒളിച്ചോട്ടാണെങ്കിൽ ഞാൻ സഹായിക്കാം. അയ്യോ വേണമെന്നില്ല, ഉപദ്രവിക്കാണ്ടിരുന്നാ മതി. ശരി, ഓക്കെ. അപ്പോൾ പേടിയുണ്ടല്ലേ? ചിലപ്പോൾ വരും, പിന്നെ ശരിയാവും. അപ്പം എൻ്റെ ഹെൽപ്പ് വേണോ? എനിക്ക് ആടെ അല്പം ആവശ്യമൊന്നുമില്ല. ഓ, കർത്താവ്, ഇത് പണിയാണോ? നീ ഒന്ന് വിളിക്കോ നാനാ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. എന്നാ ഞാൻ പോവാ. അയ്യോ പോണ്ട. കിട്ടണില്ലല്ലേ ആ ഒരു മിനിറ്റ്. ശരിക്കും എങ്ങോട്ടാ പോകുന്നേ? അങ്ങനൊന്നുമില്ല, ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാ. ഓ, കിട്ടണില്ലല്ലേ? കിട്ടണില്ലടാ. ഇമാതിരി പോസ്റ്റർ അടിക്കണമെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞല്ലോ എന്നോട്. എനിക്ക് ഞാൻ മെസ്സേജ് അയക്കാം അവന്. അച്ഛനെ കാശ് എവിടെ ഉള്ളത്? എന്ത് പോസ്റ്റാടാ, എത്ര നേരെ വന്നിരിക്കണത്? വീട്ടിൽ പ്രയറായിരുന്നു ബ്രോ. അമ്മച്ചിയാണേ കിടപ്പിലും, വൈകിട്ടാണേ കർത്താവിന്റെ ഫോട്ടോയുടെ പുറകിലും. ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും നന്നായി. വയ്ക്കാനാണ് വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ ബ്രോ. കർത്താവുമ്പോ സേഫ് അല്ലേ? രണ്ടു മണി.
ആടാ ശരി 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 നിനക്ക് ഞാൻ ജീപേ ചെയ്തേക്കാം കേട്ടോ. എന്താണോ സാർ റോഡിൽ കുറച്ച് പിള്ളേർ നിൽക്കുന്നു. അതിന് ഇവിടെ നിർത്തണം, വണ്ടി കയറ്റി നിർത്തണം. എടാ, വിട്ടോ, വിട്ടോ, വിട്ടോ. അല്ല, ഈ രാത്രി ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ ചുമ്മാ നടക്കാറിങ്ങിയത്. രാത്രി ഇറങ്ങണത് കള്ളന്മാരല്ലേ? കള്ളനാണ് ഞാൻ എൻ്റെ പണി നോക്കി പോയാൽ. അപ്പൊ ചേട്ടൻ ശരിക്കും ആരാ? ഞാനും നിന്നെ പോലൊരു യാത്ര പോകാൻ ഇറങ്ങിയ. ഓഹോ, എന്നിട്ട് സാധാരണ USA, UK, കാനഡ അങ്ങനെയാണ് പതിവ്. അല്ല, കാനഡ നല്ല തണുപ്പാന്ന് പറഞ്ഞ. പിന്നെ ഇന്ന് ഞാൻ ലോക്കൽ പിടിച്ചു. ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പൊ ആര് തള്ളി വിടുന്ന പോലെ. നീ ചിരിക്കൊന്നും വേണ്ട, നീ ഒരു ദിവസം ട്രൈ ചെയ്യും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ നമുക്കാകെ 2 ഓപ്ഷനുണ്ട്. ഒന്നില്ലേ റോഡിന് താഴെ വിളിക്കുക, അല്ലെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് കിടക്കാം. പകലും എല്ലാം വന്നാൽ അവൻ ഇന്നെങ്ങാനും വരും. എപ്പോ തൊട്ട് വിളിക്കണ അവനെ? രാത്രി നടക്കാൻ രസമല്ലടാ. ലക്ഷീനം കിട്ടും, നോക്കിയിരുന്നാ. അത് ശരിയാ. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ നടക്കേണ്ടി വരും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്. അതെ അതെ. ഞാൻ എവിടെ പോയാലും ദേ ഈ പള്ളി പ്രാർത്ഥിച്ചിട്ട് പോവാറ്. കള്ളന്മാരാന്നാ തോന്നണേ. എന്റെ കർത്താവേ, ഇത് എന്തൊരു പരീക്ഷണം ഇത്. എന്താ ഇതപ്പുറത്തെ വീട്ടിലെ റാണി കുറച്ചപ്പോ മതിൽ ചാടിയതാ. എൻ്റെ വീട് എവിടെയാ? കണിക്കൊന്നുമില്ല. കണിക്കൊന്നുമില്ല, 2 എണ്ണമില്ലേ? അതിലേത്? നല്ല ബെസ്റ്റ് ടൈം. ഞാൻ ഫുൾ അഡ്രസ്സ് പറഞ്ഞുതരാം. ആശാനെ, ഇങ്ങോട്ട് വിളി. ഇതോടെ പോയി. പെട്ടെന്ന് കണ്ടപ്പോ പേടിച്ചു പോയി. ഞാൻ നമുക്ക് പോകാൻ വേറെ വഴിയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയതാ. ഇനിയിപ്പോ എന്തായാലും എന്തേ ആ കള്ളന്മാരെ പോലീസിനോട് പിടിപ്പിച്ചിട്ട് ഞാൻ വരുന്നുള്ളൂ. അതൊന്നും വേണ്ട. ഇവിടുന്ന് ആരും ഒന്നും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു 5 മിനിറ്റ് ബോട്ടൊക്കെ തന്നെ തുറക്കും. ആശാനെ, എന്നാ ഈ ചെറിയ മണ്ണാരം ഞാൻ പൊളിക്കട്ടെ. നീ ഇതൊക്കെ കണ്ടുപിടിക്കാതെ. ഞാൻ പറയുന്ന നീ ഒന്ന് സമാധാനത്തോടെ കേൾക്ക്. ഇപ്പോൾ നീ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നീയും അതിനകത്ത് ഉൾപ്പെട്ടാന്ന് പറയും. അതുകൊണ്ട് നീ അതിനകത്ത് തലയിടാതിരിക്കുന്നതാണ് ബുദ്ധി. അവര് പേടിച്ച് ഓടിയതായിരിക്കും സാറേ. അത് തന്നെ പറഞ്ഞത്.
ഇന്ത്യത്തെ ആശാന്റെ കൂടെ എന്താ സാറേ? സാറേ ഇത് പ്ലാനില്ലാത്ത പരിപാടിയാ സാർ. സാർ കിട്ടിയില്ല സാറേ. സാധാരണ USA, UK, കാനഡ അങ്ങനെയാണ് പതിവ്. നീ ഒരു ദിവസം try ചെയ്യ്. ചിറകുമായി നീലവാനിൽ കൈകൾ നീർത്തി ദൂരെയായി താരനിരകൾ അരികിലാക്കാൻ യാത്ര തുടരാം. അവര് വീടൊക്കെ മാറിപ്പോയി. പേ ആൻഡ് ഡെലിവറി ആണെങ്കിൽ ഞാൻ എടുത്തോളാം. എന്റെ റാണിമോള് കഴിച്ചോളൂ. ചിറകുമായി നീലവാനിൽ കൈകൾ നീർത്തി ദൂരെയായി താരനിരകൾ അരികിലാക്കാൻ യാത്ര തുടരാം. ഞാനൊരിക്കലും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ പേരറിയില്ലല്ലോ. എൻ്റെ പേര് രാജേഷ്. ഞാൻ കെസിയ. ചിറകുമായി
നീലവാനിൽ കൈകൾ നീർത്തി ദൂരെയായി താരനിരകൾ അരികിലാക്കാൻ യാത്ര തുടരാം.